ഹരി ഓം. ശ്രീമദ് ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിൽ 11-ാം അധ്യായം വായിച്ച് വ്യാഖ്യാനിക്കുന്നു. ഹരി ഓം. ശ്രീമദ് ഭാഗവതേ പഞ്ചമസ്കന്ധേ ഏകാദശോധ്യായ. ബ്രാഹ്മണ ഉവാച അകോവിദവാദവാദാൻ വദസ്യധോ നാദിവിദാം വരിഷ്ഠഃ ന സൂരയോ ഹി വ്യവഹാരമേനം തത്വാവമർശേന സഹാമനന്തി അകോവിദവാദവാദാൻ. അകോവിദൻ അവിദ്യനായ വിദ്വാനല്ലാത്തവൻ. അകോവിദ ത്വം നീ കോവിദവാദവാദാൻ. ശരിക്കും പറഞ്ഞാൽ നീ അവിദ്വാനാണ്. പക്ഷേ നീ വിദ്വാനെന്ന തരത്തിലാണ് നിൻ്റെ വാദങ്ങൾ, നിൻ്റെ പറച്ചിലുകൾ. വദസി പറയുന്നു. നീ ആ വലിയ അറിവുള്ള ആൾക്കാരെ പോലെ വിദ്വാൻ എന്നുള്ള ഭാവത്തിൽ നീ പറയുന്നു. സത്യത്തിൽ നീ അകോവിദനാണ്, വിദ്വാനല്ല. എന്തുകൊണ്ട് ആണെന്ന് വെച്ചാൽ ഹി വദസി പറയുന്നു ഹി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൂരികളായിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ അറിവുള്ളവർ, ജ്ഞാനികൾ, പണ്ഡിതന്മാർ എന്നൊക്കെ പറയാം നമുക്ക്. ഏനം വ്യവഹാരം, ഈ നമ്മൾ സാധാരണ ആധ്യാത്മിക ആചാര്യന്മാർ ഉപയോഗിക്കുന്ന വാക്കാണ് വ്യവഹാരം. ഈ വ്യവഹാരം അതായത് നമ്മളിപ്പോൾ നടക്കുന്ന ഈ ലോകത്തിൽ സാധാരണ നമ്മളെപ്പോലുള്ളവർ നടത്തുന്ന കാര്യങ്ങൾക്ക് മൊത്തത്തിൽ പറയുന്നൊരു കാര്യമാണ് ഈ വ്യവഹാരം. നമ്മൾ വ്യവഹാരത്തിൽ അങ്ങനെയാണ് എന്ന് പറയുന്നത്. നമ്മളുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ വ്യവഹാരത്തിൽ തത്വാപമർശേന സഹ, ആലോചനയോടുകൂടി തത്വാപമർശേന അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് എന്നാ ആമനന്തി പറയുന്നില്ല. അങ്ങനെ നീ ചിന്തിച്ചുകൊണ്ട് പറയുന്നില്ല. നിൻ്റെ സാധാരണ പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെയാണ്. പണ്ഡിതന്മാർ ഏനം വ്യവഹാരം, ഈ വ്യവഹാരത്തെ തത്വാപമർശേന സഹ, ആലോചനയോടുകൂടി അവർ പറയുന്നില്ല. ആ ആലോചനയോടുകൂടി ഈ വ്യവഹാരത്തെ അവർ പറയുന്നില്ല. അതുകൊണ്ട് അതിവിദാം, നന്നായി അറിഞ്ഞവരുടെ ഇടയിൽ, മധ്യത്തിൽ നന്നായി അറിഞ്ഞവരുടെ ഇടയിൽ വരിഷ്ഠ വരിഷ്ഠ എന്ന് വെച്ചാൽ ഉത്കൃഷ്ടനല്ല. അതിൻ്റെ ചുരുക്കം പറഞ്ഞാൽ ഈ ബ്രാഹ്മണ ഉപാച എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ല. ബ്രാഹ്മണ ഉപാച, അതാരാ ഈ ബ്രാഹ്മണൻ ഇവിടെ വന്നെന്ന് ഓർക്കരുത്. നമ്മുടെ ജഡഭരതൻ, അതായത് ഈ പല്ലക്കെടുത്തുകൊണ്ട് പോയ രഘുഗണൻ എന്ന നാട്ടുരാജാവിൻ്റെ പല്ലൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പുതിയതായിട്ട് വെച്ച ആളില്ലേ നമ്മുടെ ജഡഭരതൻ, ഒന്നും മിണ്ടാതിരുന്ന ആൾ. അപ്പോൾ ആ ജഡഭരതനെയാണ് ഇവിടെ ആ ബ്രാഹ്മണ ഉവാച എന്ന് പറഞ്ഞു. കാരണം ഇതുവരെ അദ്ദേഹം സംസാരിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം തുടങ്ങിയപ്പോൾ ഇതാണ് പറയുന്നത്. ബ്രാഹ്മണൻ പറയുകയാണ്, ആരാണെന്ന് ചോദിച്ചല്ലോ രാജാവ്, നിങ്ങൾ ആരാണ്, ഇത്രയും വലിയ വിദ്യ ഉണ്ട്. ചെറിയൊരു വാക്ക് പറഞ്ഞപ്പം എന്താണ് അങ്ങയുടെ ഉദ്ദേശം, ആരാണ്, ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞതുകൊണ്ട്. അപ്പോൾ പിന്നെ വിശദമായിട്ടുള്ളൊരു തത്വബോധം രാജാവിന്, ആത്മതത്വം ഉപദേശിച്ചു കൊടുക്കുന്നതാണ്, ഉപദേശമാണിത് കേട്ടോ. അപ്പോൾ രഘുഗണൻ ചോദിച്ചതുകൊണ്ടാണ് പറഞ്ഞത്. ചോദിക്കാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കരുത് എന്ന് 100 പ്രാവശ്യം നമ്മളുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. സകല ഗ്രന്ഥങ്ങളിലും എവിടെയെങ്കിലും ഒന്ന് പരാമർശിക്കാതെ പോകുന്നില്ല. ഭഗവത്ഗീതയിലാകട്ടെ, ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ ഒരു ഭാഗമാണ്. അവിടെയും പക്ഷേ അവിടെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ മഹാഭാരതത്തിൽ ഈ ഭാഗം പറയുന്നുണ്ടായിരിക്കാം. മഹാഭാരതം മുഴുവൻ ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് അത് ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഭഗവത്ഗീത എന്നുള്ള 700 ശ്ലോകമുള്ള ഒരു ചെറിയ ഖണ്ഡം മാറ്റി ഇങ്ങോട്ട് വെച്ചാൽ മഹാഭാരതത്തിലെ ഒരു ചെറിയ ഭാഗമാണ് 700 ശ്ലോകങ്ങളുള്ള ചെറിയ ഭാഗം. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ഇത് വേണ്ടാത്തവർക്ക്, എന്നെ വിശ്വാസമില്ലാത്തവർക്ക്, എന്നോട് താല്പര്യമില്ലാത്തവർക്ക്, ഭഗവാന്റെ തത്വം അറിയണമെന്ന് ആഗ്രഹമില്ലാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുത്തുകൂടാന്ന്. അതുപോലെ ഭാഗവതത്തിലും പലപ്പോഴും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ ഗ്രന്ഥങ്ങളും, രാമായണത്തെ നമ്മൾ ആവർത്തിച്ച് വായിക്കുന്നുണ്ട്. നീ എന്ത് അറിയാവുന്നവർക്ക് വേണ്ടുന്ന വിധം അറിയുന്ന പോലെ പറഞ്ഞു കൊടുക്കുക, അല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കരുതെന്ന്. അപ്പം ഈ ബ്രാഹ്മണനായ ഈ ജഡഭരതൻ തുറന്നത് ആദ്യം തന്നോട് ആവശ്യപ്പെട്ട ആളിന് മാത്രമേ പറഞ്ഞു. ഇതിനു മുമ്പ് വരെ ഇയാളെ ജഡനാണ്, മന്ദബുദ്ധിയാണെന്ന് പറഞ്ഞും തള്ളിവിട്ടവരോടൊന്നും പറയാൻ പോയില്ല അദ്ദേഹം. അവർ പറയുന്നത് കേട്ട് മിണ്ടാതിരുന്നേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ
കാൽക്കൽ വന്ന് നമസ്കരിച്ച ശേഷം അങ്ങ് ആരാണ് എന്ന് ചോദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത്. ഈ 17 ശ്ലോകങ്ങളേ ഉള്ളൂ ഇതിൽ. അപ്പോൾ അദ്ദേഹം പറയുക, രഘുഗണൻ ചോദിച്ചത് കൊണ്ട് പറയുക, അല്ലയോ രാജാവാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങ് ശരിക്കും പറഞ്ഞാൽ വിദ്വാനൊന്നും അല്ല, പക്ഷേ വിദ്വാൻമാർ പറയുന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇത് ഭഗവത്ഗീതയിൽ ഇതേ ലൈൻ പറയുന്നുണ്ട്. അതുകൊണ്ട് പരമാർത്ഥ ജ്ഞാനികളിൽ വലിയ ഉത്കൃഷ്ടനല്ല, പരമാത്മജ്ഞാനികളിൽ നിന്ന് നിങ്ങൾ വലിയ ഉത്കൃഷ്ടനൊന്നും അല്ല. എന്തുകൊണ്ടെന്നാൽ സ്വാമി, ഭൃത്യൻ, രാജാവ്, പ്രജകൾ ഇങ്ങനെയുള്ള വ്യവഹാരങ്ങൾ, നീ എന്നൊക്കെയുള്ള ആ വ്യവഹാരം, ഞാൻ ഗുരുവാണ്, നിങ്ങൾ ശിഷ്യനാണ്, ഞാൻ രാജാവാണ്, നീ പ്രജയാണ്, അങ്ങനെയുള്ള അതൊക്കെ ഇതിനെ സത്യമായിട്ട് നീ വിചാരിക്കുന്നു, അത് സത്യമാണെന്ന് നീ വിചാരിക്കുന്നു. അത് ശരിക്കും അങ്ങനെയാണെങ്കിലും പരമാർത്ഥമാണ്. ഈ വ്യവഹാരങ്ങൾ സത്യമാണെന്ന് വിദ്വാൻമാർ പറയുന്നില്ല. വിചാരം ചെയ്യുവാൻ സാധിക്കാത്തവർ ഇതിനെ സത്യമാണെന്ന് ധരിക്കുന്നു, അല്ലേ? അവർ ധരിക്കുന്നതാണ് ഇതൊക്കെ സത്യമാണെന്ന്. പക്ഷേ അത് ശരിക്കും പ്രമാണമല്ല. നിങ്ങൾ ആയതുകൊണ്ട് അത് പ്രമാണമായിട്ട് പറയാൻ പറ്റില്ല. അവരങ്ങനെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. അത് കാര്യമല്ല, അങ്ങനെയല്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം ഒന്നാണ്. രാജാവും പ്രജയും ഒന്നുമല്ല, നമ്മളൊക്കെ ഒന്നായ ജീവനാണ്, ആ പ്രാണനാണ്, അല്ലെങ്കിൽ സത്താണ് എന്നിൻ്റെ ഉള്ളിൽ വസിക്കുന്നതും എൻ്റെ ഉള്ളിൽ. ഇത് അവസാനം വരുമ്പോൾ ഇതേ ഉള്ളൂ സത്യം. അതുകൊണ്ട് അനുഭവം കൊണ്ട് അറിവുള്ളവർ ഈ ലോക വ്യവഹാരം അവിചാരിത ആണെന്ന് പറയുന്നു. ഒന്നും വിചാരിച്ചതുപോലെ അല്ല, അല്ലേ എന്ന് പറയുന്നു. അത് ആലോചിച്ചതുപോലെ ഒന്നുമല്ല, ആലോചിക്കാത്തത് കൊണ്ട് മാത്രം ഭംഗിയുണ്ടെന്ന് തോന്നുന്നുവെങ്കിലും സത്യത്തിൽ അതിനകത്തൊരർത്ഥവുമില്ല. സത്യം എന്താണ്? വ്യവഹാര സമ്പ്രദായത്തെ സത്യമാണെന്ന് ധരിച്ച് അത് അസത്യമായി ആണെന്നിരിക്കലും യുക്തി കൊണ്ട് അത് സത്യമാണെന്ന് വരുത്തി തീർക്കുകയാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. ഇത് എല്ലാവരും പറയുന്നത്. കാരണം ഈ കാണുന്ന പ്രപഞ്ചമൊന്നും സത്യമല്ല എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? നമുക്കിന്ന് ശമ്പളം കിട്ടുന്ന ദിവസമാണ്, ശമ്പളം അത് കയ്യിൽ കിട്ടുന്നുള്ളതുകൊണ്ട് ഞാനത് കടയിൽ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുന്നു, ഞാൻ വീട്ടിൽ കഴിക്കുന്നു എന്ന് പറയുന്നത് സത്യമല്ല എന്നൊരാൾ വന്ന് പറഞ്ഞാൽ നമ്മളത് സത്യമാണെന്ന് അല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കുമോ? ഇല്ല. ഞാൻ ഈ പുസ്തകത്തിൻ്റെ മുമ്പിൽ ഇന്ന് ഫോണിൽ കൂടെ പറയുന്നത് നിങ്ങളിൽ എത്തുന്നു എന്ന് പറഞ്ഞാൽ അത് സത്യമല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അയാളിനെ ഓടിക്കുകയുള്ളൂ ആദ്യം, അല്ലേ? നീ എന്നെ മണ്ടത്തരാ പറയുന്നത്. അവിടെയാണ് നമ്മൾ യുക്തി പ്രയോഗിക്കേണ്ടത്. ഇതൊന്നും സത്യമല്ല, ഇത് നമ്മുടെ മായ കൊണ്ട് നമുക്ക് തോന്നിക്കുന്നതാണ്. അതെവിടെയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്? നമ്മുടെ സ്വപ്നത്തിൽ കാണുന്നത്. സ്വപ്നത്തിൽ നമ്മളത് സത്യമായിട്ട് തന്നെയാണ് കരുതിയത്. അപ്പം നമ്മൾ ഗാഠനിദ്രയില്ല. സത്യമല്ലേ അത്? ആ കാര്യം ഉറപ്പാണല്ലോ. ഈ വ്യവഹാരത്തിലെ സമ്പ്രദായമാണ് ഉറക്കം, അല്ലേ? ആ ഉറക്കം സത്യമാണല്ലോ. നമ്മളിപ്പോൾ പറയുന്ന കണക്കിന് ആ ഉറക്കത്തിനകത്ത് കാണുന്ന സ്വപ്നം നമ്മൾ സത്യമല്ലെന്ന് എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? കണ്ടുകൊണ്ടിരിക്കുമ്പോഴും മനസ്സിലാക്കുന്നില്ല. കണ്ടു കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം. നമ്മളുടെ ഒരു ആയുസ് 100 വയസ്സ് നിങ്ങൾ പിടിച്ചു. 102 വയസ്സ് വരെ അച്യുതാനന്ദനൊക്കെ ജീവിച്ചിരുന്നു, മരിച്ചെന്ന് 100 വയസ്സെന്നൊരു കണക്ക് പിടിക്കുക. അത്രയും നാൾ നമ്മൾ ജീവിച്ച് കഴിഞ്ഞിട്ട് അത്രയും നാളത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ഇതൊന്നും സത്യമല്ല, നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഉറക്കത്തിൽ, ഏതെങ്കിലും ഉറക്കത്തിൽ, നമ്മുടെ സാധാരണ ഉറക്കമല്ല, ഏതോ ഒരു ഉറക്കത്തിലാണ് നമ്മളിപ്പോൾ. ആ ഉറക്കത്തിലെ സ്വപ്നമാണ് ഈ മായ, ഈ കാണുന്ന പ്രപഞ്ചം. നമ്മൾ ശമ്പളം വാങ്ങിക്കുന്നതും നമ്മൾ അടുക്കളയിൽ കയറി പണിയുന്നതും ഞാൻ ഈ പറയുന്നതും ഒക്കെ ആ സ്വപ്നത്തിലെ സംഭവമാണ്. സത്യത്തിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. ജ്ഞാനം ഉദിക്കുമ്പോൾ ഇതൊന്നും സത്യമല്ലെന്ന് നമ്മുടെ മനസ്സ് ബോധ്യമാകുമ്പോൾ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന പോലെ ഈ ഉറക്കത്തിൽ, ഇതൊരു വേറൊരു ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമാണ്. ഇതിൽ നിന്നൊരു ഉണർവ് നമുക്ക് എന്നുണ്ടാകുന്നോ അന്ന് നമുക്കത് മനസ്സിലാകും. അവരാണ് ജ്ഞാനികൾ എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായില്ലേ? അടുത്തത് വായിക്കാം, അല്ലെങ്കിൽ തീരുകയില്ല. തദ്ധൈവ രാജന്നൊരു ഗാർഹമേധ വിധാന വിദ്യോരു വിജൃംഭിതേഷു ന വേദവാദേഷു ഹി തത്വവാദഃ പ്രായേണ ശുദ്ധോ नु ചകാസ്തി സാധോ. ഇത് വളരെ ഗഹനമായ 17 ശ്ലോകങ്ങളാണ്. ആചാര്യന്മാർ ഇതൊരു 5-6 ശ്ലോകങ്ങൾ അവർ വിസ്തരിച്ച് പറയും. അത് കഴിഞ്ഞ് വിസ്തരിച്ച് പറയാനേ സാധിക്കില്ല. കാരണം ഈ പറയുന്നത് തന്നെയാണ് ഭാഗവതം മുഴുവൻ പറയാനായിട്ട് വെച്ചിരിക്കുന്നത് കഥകളിലൂടെ. അത് മുഴുവനായിട്ട് നേരിട്ട് പറയുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു
വേദാന്ത ചിന്ത ഈ 17 ശ്ലോകങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചതുശ്ലോകി ഭാഗവതത്തിനകത്തും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതൊന്ന് വിപുലീകരിച്ചാൽ ഈ ഭാഗവതം മുഴുവനായി. അപ്പം നമുക്ക് ഭാഗവതം അതായിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, നമുക്കത് ബോറടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ആ കഥാരൂപത്തിൽ പറഞ്ഞു വയ്ക്കുന്ന ആ കഥകളിലെല്ലാം ഇതുപോലത്തെ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുരഞ്ജനൻ്റെയും പുരഞ്ജനിയുടെയും കഥ ഒന്ന് പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. ഇത് ആ ജീവിത കഥ പോലെ പറഞ്ഞ് വന്നിട്ട് ഏറ്റവും അവസാനം പറയും ഇതൊക്കെ ഇന്നതാണ്. നവദ്വാരങ്ങൾ എന്ന് പറയുന്ന കൊട്ടാരം എന്ന് പറയുന്നത് ദ്വാരങ്ങളുള്ള മനുഷ്യൻ്റെ ശരീരം തന്നെയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മളോട് അവസാനം അത് സത്യവും കൂടെ പറയുന്നുണ്ട്. അതുപോലെ എല്ലാ കഥകളിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു സിംബോളിക്കായിട്ട് പറയുന്ന പല കാര്യങ്ങളും ഈ കഥകളിലെ പേരുകൾ ഉൾപ്പെടെ അത് മുഴുവനും സിംബോളിക്കായിട്ട് ഭാഗവതത്തിലെ കഥകളും നിങ്ങൾ എടുക്കുക. അതിൻ്റെ എല്ലാം ഒരു ചുരുക്കമായിട്ട് ഇതുപോലത്തെ ചില ഉപദേശങ്ങൾ ഭാഗവത ഉടനീളം കാണാം. എല്ലാ അധ്യായങ്ങളിലും എല്ലാ സ്കന്ധങ്ങളിലും കുറേശ്ശെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നതിനാണ് ഈ 17 എണ്ണം. അപ്പോൾ നമുക്ക് 17 കാര്യങ്ങളും ഒരുപാട് വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. കാരണം ഇത് ഈ പറഞ്ഞത് തന്നെയാണ് നമ്മൾ വീണ്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പറയുന്നത്. നിങ്ങൾ പല പ്രാവശ്യം കേട്ടതുമാണ്. വാക്കുകൾ ഒന്ന് പിരിച്ച് പറഞ്ഞു പോകാം. തഥൈവ രാജന്യൊരു ഗാർഹമേധവിധാന വിദ്യോരു വിജൃംഭിതേഷു നവേദവാദേഷു ഹി തത്വവാദഃ പ്രായേണ ശുദ്ധോന്നു ചകാസ്തി സാധുഃ തഥാ ഏവ തഥൈവ വന്നത്. അങ്ങനെ അപ്രകാരം തന്നെ രാജൻ ഒരു ഗാർഹമേധവിധാന വിദ്യോരു വിജൃംഭിതേഷു ബന്ധുക്കളും ഗൃഹസ്ഥാശ്രമ സംബന്ധികളുമായ ആൾക്കാർ ഏറ്റവും പ്രകാശിക്കുന്ന വിദ്യകളിൽ ഏറ്റവും പ്രകാശിക്കുന്ന എന്നാണ്. അതാ ബന്ധുക്കളുമായ യജ്ഞങ്ങളുടെ വിസ്താരത്തെ യജ്ഞങ്ങളുടെ ഗൃഹസ്ഥാശ്രമ സംബന്ധികളുമായ യജ്ഞങ്ങളുടെ ആ കാര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിദ്യകളിൽ ഏറ്റവും പ്രകാശിക്കുന്ന വേദവാദങ്ങളിൽ ശുദ്ധ ഹിംസാരഹിതവും ശുദ്ധമായത് സംശുദ്ധമായത് എന്ന് വെച്ചാൽ ഒരു തരത്തിലും ദോഷം കാണാത്തത്. അത് ഹിംസാരഹിത, ഒരു ചീത്ത കാര്യങ്ങൾ ഒന്നും കാണാത്ത, ഹിംസാദി ദോഷങ്ങളൊന്നും കൂടാതെ. ഹിംസ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം, നമ്മൾ പറയുന്ന വാക്കുകൾ പോലും ഹിംസയാകാം. അതായത് സാധുക്കളായിട്ടുള്ള സാധുക്കൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനികൾ, പണ്ഡിതന്മാരല്ല, എല്ലാം ത്യജിച്ച സന്യാസിമാരെന്നുള്ള ഒരു അർത്ഥത്തിൽ എടുത്താൽ മതി. രാഗദ്വേഷങ്ങളൊന്നും ഇല്ലാതെ, ഒന്നിനോടും ഒരൊട്ടലും ഒന്നിനോടും വിദ്വേഷവും ഇല്ലാതെ തത്വവാദം, ആ പരമാർത്ഥമായ തത്വത്തെക്കുറിച്ച് വാദിക്കുന്ന വാദം പ്രായേണ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് മിക്കവാറും നുഹി വ്യക്തമായി ന ചകാസ്തി വിളങ്ങുന്നില്ല, അതൊന്നും ശരിയായിട്ട് വിളങ്ങുന്നില്ല. ഈ ലോക വ്യവഹാരത്തിൽ പരമാർത്ഥം ഇല്ലാത്തതുപോലെ തന്നെ വേദം വിധിച്ചിരിക്കുന്ന ഈ കർമ്മ വ്യാപാരങ്ങളിലും പരമാർത്ഥമൊന്നുമില്ല. ഗൃഹസ്ഥ ധർമ്മങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവർ അനുഷ്ഠിക്കേണ്ടതായി വിവരിക്കുന്ന പലതരത്തിലുള്ള കർമ്മങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. എവിടെയാണ്? വേദഭാഗങ്ങളിൽ. അതിനകത്ത് ഉൾപ്പെടുന്നതാണ് ഈ ഹിംസ അതിദോഷങ്ങൾ. പിന്നെ ശുദ്ധമായിട്ടും രാഗദ്വേഷ അതിവൃത്തികളൊന്നും കൂടാതെ വളരെ സന്യാസഭാവത്തിലിരിക്കുന്ന ആ പരമാർത്ഥമായ സംഗതി ശരിക്കും സത്യത്തിൽ ശരിയായിട്ട് നന്നായിട്ടത് തിളങ്ങി കാണുന്നില്ല. അതുകൊണ്ട് ഈ ലൗകിക വ്യവഹാരം എന്ന പോലെ ഈ കർമ്മകാണ്ഡ വ്യവഹാരം, കർമ്മം ചെയ്യുന്നതായിട്ടുള്ള ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ പോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന യജ്ഞങ്ങളും പരമാർത്ഥം എന്നുള്ള ബോധം അങ്ങക്ക് പരമാർത്ഥമല്ല എന്നുള്ള ബോധം, ഇതൊന്നും ശരിയല്ല എന്നുള്ള ബോധം അങ്ങക്ക് ഉണ്ടായിരിക്കണം. അതുപോലത്തെ കാര്യങ്ങൾ കഠിനമായിട്ടാണ്. അത് ഇത്രയും ഭാഷയിൽ പറഞ്ഞു നിർത്താനേ നമുക്ക് പറ്റൂ. ന തസ്യ തത്വഗ്രഹണായ സാക്ഷാത് എന്നാക്കുക. എന്നിട്ട് വരീയസീരപി വാചസമാസൻ, വരീയസി അപി വാചസമാസൻ ഒരിട്ട് ചുറ്റരിക്കണം. സ്വപ്നേ നിരുക്ത്യ ഗൃഹമേധി സൗഖ്യം നയസ്യ ഹേയാനുമിതം സ്വയം സ്യാത്. എല്ലാ വാക്കുകളും കിട്ടിയില്ലേ? യസ്യ ഗൃഹമേധി സൗഖ്യം സ്വപ്നേ നിരുക്ത്യ ഹേയാനുമിതം ന സ്യാത് തസ്യ അവനെന്നുള്ളത് സാക്ഷാത് തത്വഗ്രഹണായ വരീയസി അപി വാചഃ ന സമാസൻ
മതിയാകുന്നില്ല എന്നേ ഉള്ളൂ. ന തസ്യ തത്വഗ്രഹണായ സാക്ഷാത് വരീയ സാക്ഷാതെന്നാക്കണം അവിടെ, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. സാക്ഷാത്. പിന്നെ സ്വപ്നേ അല്ല വരീയസീഹി അപി, അതായത് രാ വന്നു അവിടെ. വരീയസീ അപി വാച, ഒന്നിച്ച് വായിച്ചാൽ മതി. സമാസൻ സ്വപ്നേ നിരുക്ത്യ ഗൃഹമേധി സൗഖ്യം നയസ്യ ഹേയാനുമിതം സ്വയം സ്യാത്. 4 യാവൻ മനോരജസാ പൂരുഷസ്യ സത്വേന വാ തമസാ വാനുരുദ്ധം ആയിരിക്കാം. വാ അനുരുദ്ധം വാ നീട്ടുണ്ട് സത്വഗുണത്താലോ. സത്വേന വാ തമസാ വാ അനുരുദ്ധം ചേതോഭിരാകൂതിഭിരാതനോതി ആതനോതി ചെയ്യുന്നു. ആകൂതിഭി കർമ്മങ്ങളായിട്ടുള്ള കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട്. സത്വേന വാ തമസാ വാനുരുദ്ധം ചേതോഭിരാകൂതിഭിരാതനോതി. ആ രാ എന്നുള്ളതില്ലേ അതിൻ്റെ മുകളിലും തായുടെയും കൂടെ ഇടയ്ക്ക് ആന്നൊരു ദീർഘമുള്ള രണ്ടാമത്തെ എന്നുള്ളതെന്ന് എഴുതി വെച്ചേരെ. അപ്പം ചേതോഭിരാകൂതിഭിരാതനോതി എന്ന് വായിക്കും, ആതനോതി എന്ന് വായിക്കണം. നിരങ്കുശം കുശലം ചേതരം വാ. ഒന്നുമില്ല ഇതിനകത്ത്. രാജാവ് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വ്യവഹാരമൊന്നും സത്യം ആയിട്ടുള്ളതല്ലെന്ന് മനസ്സിലാക്കിയ ശേഷം ഈ നമ്മൾ കാണുന്ന വ്യവഹാരം, നമ്മൾ ഈ നടത്തുന്ന കാര്യങ്ങളൊന്നല്ല, ഈ ലോകം തന്നെ സത്യമല്ലെന്ന് മനസ്സിലാക്കാം. സംസാരത്തിൻ്റെ മൂലകാരണം നമ്മുടെ മനസ്സാണ് എന്ന് ബോധിപ്പിക്കുന്നു. അല്ലയോ രാജൻ, മനസ്സ് എത്ര കാലം വരെ രജസ് സത്വം രാജസ താമസ സാത്വിക ഗുണങ്ങൾക്ക് അധീനപ്പെട്ടിരിക്കുന്നുവോ അത്ര കാലവും സ്വതന്ത്രമായിട്ട് ഈ ലോകത്തിലും പരലോകത്തിലും കിട്ടാവുന്ന തുച്ഛ സുഖങ്ങളെ ആഗ്രഹിക്കുകയും അതിനോട് കാമിക്കുകയും അതുപോലെ തന്നെ അവയെ കിട്ടാൻ വേണ്ടിയിട്ട് പുണ്യമോ പാപമോ അതോ അത് 2 പുണ്യപാപങ്ങൾ സമ്മിശ്രമായിട്ട്, നമ്മൾ പൂന്താനത്തിൻ്റെ ഇതിനകത്ത് ജ്ഞാനപാനിയിൽ പറയുന്ന പോലെ കർമ്മങ്ങളെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് 10 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും കൊണ്ട് ചെയ്യുന്നു നമ്മൾ എന്നേ ഉള്ളൂ. സവാസനാത്മാ വിഷയോപരക്തോ ഗുണപ്രവാഹോ വികൃതഷോഡശാത്മാ ബിഭ്രദ്ഭൃതങ് നാമഭിരൂപഭേദം അന്തർബഹിഷ്ട്വം ച പുരൈഹി തനോതി. വാസനാത്മാ വാസനാരൂപത്തിലും വിഷയോപരക്ത വിഷയങ്ങളിൽ താല്പര്യമുള്ളത്, അതിനകത്ത് ഉപരക്തനായിട്ട് ഗുണപ്രവാഹം ഗുണങ്ങളെ അനുസരിച്ച് ആ പ്രവാഹത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന വികൃതിയെ പ്രാപിച്ചതും ഷോഡശാത്മാ ഷോഡശം എന്ന് പറഞ്ഞാൽ 16 കലകളിൽ മുഖ്യമുള്ളത് പൃഥക് ഭിന്നങ്ങളായ വിവിധങ്ങളായ മാറി മാറി വരുന്ന നാമങ്ങളോടുകൂടിയ പുരൈ എന്ന് പറഞ്ഞാൽ പുരത്തിൽ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പം നമ്മുടെ ശരീരങ്ങളാൽ രൂപഭേദത്തെ ഭരിച്ചിരിക്കുന്നതുമായി ദേഹത്തെ ഭരിക്കുന്നത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സ് അന്തർബഹിഷ്ട്വം ഉള്ളിലെന്നും പുറത്തെന്നുമുള്ള ഭാവത്തെ, നമ്മുടെ ഉള്ളിലൊന്നുണ്ട് പുറത്ത് വേറൊന്നുണ്ടെന്ന് തനോതി ഉണ്ടാക്കുന്നു, അത് അങ്ങനെ ധരിച്ചു വെക്കുന്നു. 6 ദുഃഖം സുഖം വ്യതിരിക്തം ച തീവ്രം കാലോപപന്നം ഫലമാവ്യനക്തി ആലിംഗ്യമായ രചിത അന്തരാത്മാ സ്വദേഹിനം സംസൃതി ചക്രകൂടഹ. അതിനകത്തൊന്നും നമ്മൾ പുസ്തകത്തിൽ പറയാനൊന്നുമില്ല, എഴുതാനായിട്ട് ശ്ലോകത്തിൽ ആത്മാവിൻ്റെ പ്രത്യക്ഷ തെളിവായിട്ട് ഈ മായയാൽ നിർമ്മിക്കപ്പെട്ട ഈ മനസ്സ് തന്നെ എന്താണ്? മായയാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ആശ്രയം നിമിത്തം ആത്മാവിനെ ആശ്രയിക്കുന്നവർക്ക് ആർക്കും തടുക്കാൻ കഴിയാത്ത കാലം കൊണ്ട് വന്നു ചേരുന്ന, കണ്ടോ, നമുക്ക് തടുക്കാൻ പറ്റാത്തതാണ് നമ്മൾക്ക് വന്നു ചേരുന്ന സുഖവും ദുഃഖവും. അത് ദുഃഖം തന്നെയൊന്നുമല്ല, സുഖവും നമ്മൾ വേണ്ടെന്ന് വെച്ചാലും വരാതിരിക്കുന്നില്ല, അത് വന്നു ചേർന്ന് നമ്മൾ വന്നു ചേരുന്നത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തതുകൊണ്ടൊന്നുമല്ല. ആത്മാശ്രയം നിമിത്തം ആർക്കും തടുക്കാൻ കഴിയാത്ത, നമ്മൾ ആശ്രയിക്കുന്നതുകൊണ്ടോ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടോ ഒന്നും തടുക്കുവാൻ കഴിയാത്തതായ കാലത്താൽ വന്നു ചേരുന്ന ദുഃഖം സുഖം
മോഹം ഇവയെല്ലാം സകല ദേഹത്തിലുമിരുന്ന് അറിയുന്നതിനാൽ, അനുഭവം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നതിനാൽ, ആ മനസ്സ് തന്നെയാകുന്നു സംസാര ചക്രത്തെ ചലിപ്പിക്കുന്നത്. ആ മനസ്സ് തന്നെയാണ് ഈ സംസാരത്തെ ഇങ്ങനെ പിന്നെയും കൊണ്ടുപോകുന്നത്. നമ്മുടെ മനസ്സ് തന്നെയാണ്. അതൊന്നും ചെയ്യുന്നില്ല അവിടെ, സത്യത്തിലില്ല. പക്ഷെ നമ്മുടെ മനസ്സതിനെ ഉരുട്ടി കൊണ്ടുപോവുകയാണ്. കാലം കൊണ്ട് വന്നു ചേരുന്നതാണ് ഈ സുഖവും ദുഃഖവും, അതുപോലെ തന്നെ മോഹം, ആഗ്രഹങ്ങളൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ വന്നു ചേരുന്നതാണ്. അത് നമ്മളെ കൊണ്ട് തടുക്കാൻ പറ്റുന്നതല്ല. പറ്റാത്ത കാര്യത്തിനെ പിന്നെ നമ്മൾ ചെയ്തിട്ട് കാര്യമുണ്ടോ? അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയും സന്തോഷിക്കുകയും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അത് ഈ ജ്ഞാനിക്കറിയാം. 7 താവാനയം വ്യവഹാര സദാവി ക്ഷേത്രജ്ഞസാക്ഷ്യോ ഭവതി സ്ഥൂലസൂക്ഷ്മ തസ്മാൻ മനോലിംഗ്യമതോ വദന്തി ഗുണാഗുണത്വസ്യ പരാവരസ്യ സ്ഥൂലസൂക്ഷ്മ. രണ്ടാമത്തെ വരിയുടെ അവസാനം സ്ഥൂലവും സൂക്ഷ്മവുമായ അയം വ്യവഹാര, ഈ വ്യവഹാരം താവാൻ, ആ കാലം വരെ, താവാൻ അയം, താവാൻ എന്ന് പറഞ്ഞാൽ ആ കാലം വരെ, സദാ എല്ലാ സമയത്തും വിപ്രകാശമായി ക്ഷേത്രജ്ഞ സാക്ഷ്യ, ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ സാക്ഷി ആത്മാവിനാൽ കാണപ്പെടുന്ന തക്കതായിട്ട് ഭവിക്കുന്നു. തസ്മാത് അതുകൊണ്ട് ഗുണാഗുണത്വസ്യ, ഗുണഭാവത്തിലും അഗുണഭാവത്തിനും, പരാവരസ്യ, ഉത്കൃഷ്ടഭാവത്തിനും നികൃഷ്ടഭാവത്തിനും, അധഃ മനഃ, ആ മനസ്സിനെ ലിംഗം കാരണമായിട്ട് വദന്തി പറയുന്നു. തസ്മാൻ മനോലിംഗം അതോ വദന്തി. അതോ വദന്തി എന്നാണ് കേട്ടോ. അത് മായല്ല അവിടെ. മായെന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ വരും. തസ്മാൻ മനോലിംഗം അതോ വദന്തി, അധഃ മനഃ എന്ന. തസ്മാൻ മനോലിംഗം അതോ വദന്തി ഗുണാഗുണത്വസ്യ പരാവരസ്യ. ഒന്നത്തൊന്നും തിരുത്താനില്ല അവിടെ. ആ തസ്മാൻ മനോലിംഗം കഴിഞ്ഞിട്ട് അവിടെ വേണമെങ്കിൽ ഒന്ന് അതോ, ആ മായുടെ മുകളിലായിട്ട് ആയെന്ന് എഴുതി വെക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ തസ്മാൻ മനോലിംഗം അതോ എന്ന് വായിക്കും. അതേ ഉള്ളൂ അതിനകത്ത് പറയാനുള്ളത്, വേറൊന്നുമില്ല. 8 ഗുണാനുരക്തം വ്യസനായ ജന്തോ ക്ഷേമായ നൈർഗുണ്യമധോ മനസ്യാത് യഥാ പ്രദീപോ ഘൃതവർത്തിമസ്നൻ ശിഖാ സധോമാ ഭജന്തി ഹ്യനദാ സ്വം പദം തഥാ ഗുണകർമാനുബദ്ധം മൃത്തേർമനശ്രയതേന്യത്ര തത്വം. ഗുണാനുരക്തം വ്യസനായ ജന്തോ ക്ഷേമായ നൈർഗുണ്യമധോ മനസ്യാത് യഥാ പ്രദീപോ ഘൃതവർത്തി അശ്നൻ. ഗുണാനുരക്തം, വിഷയങ്ങളിൽ അല്ല ഉള്ള ആ അമിതമായ ആഗ്രഹത്തോടു കൂടി, മനസ്സ്, ജന്തുവിന്. ഗുണാനുരക്തം വ്യസനായ വ്യസനത്തിനായിക്കൊണ്ടും, അധ നൈർഗുണ്യം, ക്ഷേമായ നൈർഗുണ്യം ഗുണത്തിന് അതീതമായിട്ട്, പ്രദീപോ അധോ മനസ്യാത്, മനസ്യാത് ക്ഷേമത്തിനായിക്കൊണ്ടും, മനഃ സ്യാത് അങ്ങനെ ആയിത്തീരും. ദീപം അഗ്നി, അഗ്നി. ഘൃതവർത്തിം നെയ്ത്തിരിയെ അശ്നൻ അനുഭവിക്കുന്നതായിട്ട്, അഗ്നി ആ നെയ്ത്തിരിയെ അശ്നൻ ഭക്ഷിക്കുന്നതായിട്ട്, ശിഖാ സധോമ ഭജതി ഹി അന്യത. ഭജതി ഹി ഉണ്ട് അവിടെ, അത് ഹി അന്യത എന്നാണ്. ഹി അന്യത എന്ന് വന്നത്. ഹി അന്യത മറ്റ് സമയത്ത്, അല്ലാത്ത സമയത്ത് സ്വം രൂപം യഥാ ഭജന്തി, സ്വന്തം രൂപത്തെ ഏത് വിധം ഭജിക്കുന്നുവോ തഥാ അപ്രകാരം മനസ്സ് ഗുണകർമാനുബദ്ധം, ഗുണകർമ്മം കൊണ്ട് കർമ്മങ്ങളോടും ചേർന്നതായിട്ട്, വൃത്തീഹി
വൃത്തികളെ ഓരോ പ്രവൃത്തികളെ ശ്രേയതേ അതിനെ പ്രാപിക്കുന്നു. ഓരോ കാര്യങ്ങളിൽ അതാത് രീതി ചെയ്യുന്നതിനെ പ്രാപിക്കുന്നു. അന്യത്ര മറ്റ് സമയത്തിനെക്കുറിച്ച് പറഞ്ഞാൽ അന്യത്ര അല്ലാത്ത സമയത്ത് തത്വം പദം ശ്രേയതേ പരമാർത്ഥ സ്ഥാനത്തെ ആശ്രയിക്കുന്നു. അതാ ഗുണകാര്യങ്ങളെ ആയ വിഷയങ്ങളെ ആഗ്രഹിക്കുന്നതായിട്ട് ഓരോ ജന്തുക്കൾക്കും ജന്മമരണാദിയായ സംസാര ദുഃഖത്തെ ഉണ്ടാക്കുന്നു. ഗുണബന്ധത്തിൽ നിന്ന് വിട്ടതായിട്ട് മോക്ഷത്തെയും ജനിപ്പിക്കുന്നു. ഗുണബന്ധത്തിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ മോക്ഷത്തെ ഉണ്ടാക്കുന്നു. നെയ്യൊഴിച്ച് തിരിയിട്ട ശേഷം അതിൽ അഗ്നിയെ യോജിപ്പിക്കുമ്പോൾ അങ്ങനെ അഗ്നി ജ്വലിക്കുന്നത് പുകയോടുകൂടി ജ്വാലകൾ അഗ്നിക്കുണ്ടാകുന്നു. നെയ്യും തിരിയും തീർന്നാലോ അത് വെറും ഭസ്മമായിട്ട് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ മനസ്സ് ഈ ഗുണകർമ്മങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അതുമായിട്ട് ചേരുന്നത് കൊണ്ട് കാമാദി ആഗ്രഹം മുതലായ വൃത്തികളെ ആശ്രയിക്കുന്നു. അത് ആ കാമാദികൾ നമ്മളിൽ ഉണ്ടാകുന്നു. ആശ്രയിക്കുന്നു നമ്മളിൽ അതൊക്കെ ഉണ്ടാകുന്നു. ആ ഗുണകർമ്മം ബന്ധമില്ലാതെ ആയാലോ പിന്നെ ഒന്നുമില്ല. ആ നെയ്യും മാറ്റിക്കഴിഞ്ഞാൽ കത്തുന്നില്ലാത്ത പോലെ അഗ്നി ഉണ്ടാകുന്നില്ലാത്തതുപോലെ അതങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഗുണകർമ്മബന്ധം ഇല്ലാതെയായാൽ ആനന്ദരൂപമായും അതിന് മാറുന്നു. ബന്ധമോക്ഷങ്ങൾക്ക് കാരണം ഈ സഗുണ നിർഗുണമായ മനസ്സ് തന്നെയാണ്. കാരണം എല്ലാത്തിൻ്റെയും കാരണം ഈ മനസ്സ് തന്നെയാണ്. മനസ്സാണ് ഇതെല്ലാം ഉണ്ടാക്കി ചമയ്ക്കുന്നത്. നമ്മുടെ മനസ്സുകൊണ്ട് ഒരു കാര്യം കണ്ടു, അതിനെ ആഗ്രഹിച്ചു, അത് കൈക്കലാക്കാൻ ശ്രമിച്ചു, അത് കൈക്കലാക്കി. ഇത് കഴിയുമ്പോൾ ഇത് ഇല്ലാതിരുന്നാൽ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ അത് ഈ സത്വാദി ഗുണങ്ങൾ കൊണ്ടാണ് കേട്ടോ. രജസ തമസ് രജോഗുണം തമോ ഗുണം സാത്വിക ഗുണം അതോ ആ കർമ്മം അനുസരിച്ചായിരിക്കും കർമ്മങ്ങൾ നമ്മളെ ചെയ്യുന്നത്. ആ ഫലങ്ങളും അതുപോലെയായിരിക്കും വരുന്നത്. അപ്പം എന്ത് സത്വഗുണം നല്ലതാണോ രജോ ഗുണം മോശമാണെന്നോ അതുപോലെ താമസ ഗുണം അതൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ ഓരോ തരത്തിലാണ്. ഇതെല്ലാം സമ്മിശ്രമായിട്ടാണ് നമ്മളിലൊക്കെ ഉള്ളത്. ഒന്നും കൂടുതൽ ചിലരിൽ എന്തെങ്കിലും ഒന്ന് കൂടുതലായിട്ട് കാണും, ചിലരിലെല്ലാം തുല്യമായിട്ട് കാണും. തുല്യമായിട്ട് കണ്ടാൽ പിന്നെ ഒന്നുമില്ല. ആ തുല്യമായിട്ട് കാണുക എന്നുള്ളത് അവസരം അങ്ങനെ സാധ്യമല്ല. അതാണ് ഈ 3 ഗുണങ്ങളിലെ ത്രിഗുണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് മനസ്സിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. 9 ഏകാദശാസന്മനസോ ഹി വൃത്തയ ആഗോദയ പഞ്ചധിയോഭിമാനഃ മാത്രാണി കർമാണി പുരം ച താസാം വദന്തി ഹൈകാദശ വീരഭൂമീഹി. മനസ്സിന് സത്യത്തിൽ ഏകാദശാൻ 11 വൃത്തികളുണ്ട്, 11 പ്രവൃത്തികൾ രൂപങ്ങളുണ്ട്. ക്രിയാരൂപത്തിലുള്ള പ്രവൃത്തി 5 അല്ലേ? 5 പ്രവൃത്തികൾ ക്രിയാരൂപത്തിലുണ്ട്. അത് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്നതും കർമ്മേന്ദ്രിയങ്ങളായിട്ടുള്ള ബാക്കി പഞ്ചേന്ദ്രിയങ്ങൾ 5 എണ്ണം, ജ്ഞാനേന്ദ്രിയങ്ങളും 5 എണ്ണം, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അങ്ങനെയാണ് 10. അഭിമാന രൂപ വൃത്തി 1, ഇങ്ങനെ 11 അഭിമാനമായ വൃത്തി. അതിന് നമ്മൾ ഞാനെന്നുള്ള ആ ഒരു വൃത്തി മനസ്സിലുള്ളത് കൊണ്ട് നമ്മളിലുള്ളത് കൊണ്ടാണല്ലോ അത് ഒന്നായിട്ടും കൂട്ടുക. അപ്പോൾ 11 വൃത്തികൾ. ഈ വൃത്തികളുടെ വിഷയങ്ങൾ ശബ്ദാദികളായ തന്മാത്രകൾ 5, പിന്നെ നമ്മൾ നടക്കുന്നത് ഗമനങ്ങൾ, നമ്മുടെ പോക്കും വരവും അങ്ങനെയുള്ള കാര്യങ്ങൾ കർമ്മങ്ങൾ 5, അഭിമാനത്തിന് വിഷയം ശരീരം ഞാനാണെന്ന് ധരിക്കുന്നത്. അതാണ് ഈ 11ാമത്തെ വൃത്തി. ശരീരം ഞാൻ എന്നാണ്, ഞാൻ ആത്മാവാണ്, പക്ഷെ ഞാൻ ധരിക്കുന്നത് ഞാൻ ഈ ശരീരമാണെന്ന്. അത് നമ്മൾ പല പ്രാവശ്യം വിശകലനം ചെയ്തിട്ടുള്ള വിഷയമാണ്. നിലനിൽക്കുന്നു. അല്ലയോ വീര, ഈ ഭൂമികളെ ജയിച്ചാൽ മാത്രം ഈ തരത്തിലുള്ള കാര്യങ്ങളെ ഈ 11 കാര്യങ്ങളെ ജയിച്ചാൽ മാത്രമേ സത്യത്തിൽ നമ്മൾ വീരനാകുന്നുള്ളൂ. അങ്ങ് ഒരു വീരനായ രാജാവാണെന്ന് അങ്ങ് സ്വയം പറയുന്നുണ്ടെങ്കിലും ആ വീരനാകണമെങ്കിൽ നമ്മൾ ഈ 11നെയും കടക്കണം. അതിനായിട്ട് ശ്രമിക്കുക. മനസ്സിൻ്റെ സഞ്ചാര സ്ഥാനങ്ങളെ ആയതുകൊണ്ടാണ് ഈ 11 വൃത്തികളെ ഭൂമികളായി പറഞ്ഞിരിക്കുന്നത്. ഭൂമി എന്ന് പറഞ്ഞിരിക്കുക. ഈ ഭൂമിയുടെ രാജാവാണെങ്കിൽ ഈ 11 വൃത്തികളെയും നമ്മൾ ജയിക്കണം. ഹരി ഓം. ഇനി 8 ശ്ലോകങ്ങളും കൂടിയുണ്ട്. അത് പിന്നീട് നമുക്ക് ഒരു ഭാഗമായിട്ടിടാം. ഹരി ഓം.